ഹലോ ഗായ്സ്, ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മുടെ മലപ്പുറം കോട്ടയ്ക്കലുള്ള ട്രെൻഡ്സ് ഷോറൂമത്തെ ഒരു കളക്ഷൻ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്ന വെസ്റ്റേൺ ടോപ്സ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഈ കാണിക്കുന്ന ഒരു റെഡ് ചെക്കായിട്ടുള്ള ടോപ്പൊക്കെ നല്ല രസമുണ്ടായിരുന്നേ കാണാൻ വേണ്ടിയിട്ട്. ഭയങ്കര ക്യൂട്ടായിട്ടുള്ള എസ്തറ്റിക് ആയിട്ടുള്ള ടോപ്പായിട്ട് എനിക്ക് തോന്നി കേട്ടോ ഈ വൈറ്റൊക്കെ പിന്നെ നമ്മൾ നോർമലി കാണുന്നതായിരുന്നേ. പിന്നെ അതേപോലെ തന്നെ കുറേ വെസ്റ്റേൺ ടോപ്പിൻ്റെ കളക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതേപോലെ നമുക്ക് ഫോർമലായിട്ട് വുമൻസിന് വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള പാൻസ്, അതിൻ്റെ ഒക്കെ നല്ല കളക്ഷൻ ഉണ്ടായിരുന്നേ. ഇവിടെ ഈ ഒരു ഷോറൂമിൽ അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ട് കേട്ടോ. എല്ലാത്തിനും ആക്സസറീസിനായാലും ടോപ്സിനായാലും കുർത്തയൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള കളക്ഷനാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു ഓരോന്നും കാണാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് ഇവർ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് കളക്ഷൻസൊക്കെ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു ടോപ്പൊക്കെ പിന്നെ നമ്മൾ നോർമലി കാണുന്നതാണ്. ഇതിനൊക്കെ എമൗണ്ട് വരുന്നത് ഒരു 499 ആ ഒരു റേഞ്ചിലാണ് കേട്ടോ. ഇത് ട്രെൻഡ്സിൻ്റെ നമ്മുടെ റിയോ എന്ന് പറഞ്ഞിട്ടുള്ള ആ ബ്രാൻഡിൻ്റെ ആണ് കേട്ടോ ഇത്. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ബ്ലാക്ക് പൊൾക്കാഡോട്ട് വരുന്ന ഈ ഒരു ഫ്രോക്കൊക്കെ നല്ല രസമുണ്ടായിരുന്നേ. ഇതിങ്ങനെ ഇടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഉള്ളിൽ ടീഷർട്ടൊക്കെ ഇട്ട് പെയർ ചെയ്താൽ നല്ല രസമുണ്ടാവും. ഒരു നമുക്ക് നീ ലെവൽ ലെങ്ത്തൊക്കെയാണ് ഇതിന് വരിക. അതേപോലെ തന്നെ ഈ ഒരു ബ്ലാക്ക് ഡ്രസ്സൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നല്ല ഷിമ്മറി ആയിട്ട്. അതേപോലെ തന്നെ ഈ ഒരു ത്രെഡ് വർക്ക് വരുന്ന ടീഷർട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഭയങ്കര അപ്ഡേറ്റഡ് ആയിട്ടുള്ള, അതായത് ഭയങ്കര ഇവർ എപ്പോഴും ഇങ്ങനെ ഓരോന്ന് മാറ്റി കൊണ്ടുവരുന്നുണ്ട്. പിന്നെ ഈ ഒരു ഷർട്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും കണ്ടിട്ടുണ്ട്. ഇതുവരെ ഒരു പീസും പോയിട്ടില്ല തോന്നുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ക്രോപ്പ് ടോപ്പൊക്കെ നല്ല രസമുണ്ടായിരുന്നേ. ബ്ലാക്കിൽ ഫ്ലോറൽ പ്രിൻറ്റ് വരുന്ന ടൈപ്പ്. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞിട്ടുള്ള ആ ഒരു ഫോർമലായിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള പാൻസ്. നല്ല അടിപൊളി ക്വാളിറ്റി ആയിരുന്നു കേട്ടോ. അതേപോലെ തന്നെ ഈ ക്രോപ്പ് ടോപ്പ് നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നമുക്ക് ബ്ലൗസൊക്കെ ആയിട്ട് പെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, പ്ലെയിൻ സാരിക്കൊക്കെ ആണെങ്കിൽ. പിന്നെ അതേപോലെ തന്നെ ഫോർമൽ പാൻറ്റിന് ഞാൻ പറഞ്ഞില്ലേ നല്ല ഭയങ്കര കളക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. ക്രീം കളർ വരുന്നതും അതേപോലെ തന്നെ ബ്ലാക്ക് വരുന്നതും എല്ലാത്തിൻ്റെയും നല്ല അടിപൊളി കളക്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ഷർട്ടൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഈ ഒരു ബ്ലാക്കിൽ വൈറ്റ് ലൈനൊക്കെ വരുന്ന ഷർട്ട് നല്ല രസമുണ്ടായിരുന്നു. 599 ആണ് ഈ ഷർട്ടിൻ്റെ ഒക്കെ റേറ്റ്. 599 499 ആ ഒരു റേഞ്ചിലാട്ടോ ഇതിൻ്റെ ഒക്കെ നമ്മുടെ വെസ്റ്റേൺ ടോപ്പിൻ്റെ ഒക്കെ റേറ്റ് ഏകദേശം വരുന്നത്. ഞാൻ ആദ്യം തിരൂരുള്ള നമ്മുടെ ട്രെൻഡ്സിൻ്റെ ഷോറൂമിലായിരുന്നു കേട്ടോ ആദ്യം പോകല്. അവിടെ ഒരു കുന്തമില്ലായിരുന്നു കളക്ഷനായിട്ട്. അതുകൊണ്ട് തന്നെ ഞാൻ തോന്നുന്നുണ്ട് അത് ക്ലോസ് ചെയ്ത് പോയിട്ടുണ്ടായി. അപ്പോൾ ഇവിടെ കോട്ടയ്ക്കിൽ വന്ന സമയത്ത് പിന്നെ ഞാൻ എപ്പോഴും ഇവിടെ വരും കേട്ടോ. അതായത് മാസത്തിൽ 2 പ്രാവശ്യമെങ്കിലും ഇവിടെ പോകാൻ വേണ്ടിയിട്ട് നോക്കും. കാര്യം ഭയങ്കര നല്ല അടിപൊളി കളക്ഷനാണ്. ടോപ്പിലായാലും കുർത്തയൊക്കെ പറയണ്ട, നല്ല അടിപൊളി. എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഈ ഒരു ഷർട്ടൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. 799 ആണെന്ന് തോന്നുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഈ ഒരു ഫ്ലോറൽ പ്രിൻ്റൊക്കെ ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആണ്. ഈ ഒരു ലൂസിൽ വരുന്ന ടൈപ്പ് ഓഫ് ഷർട്ട്. ഈ ബ്ലാക്കിനേക്കാളും ഈ ഒരു ഗ്രീനൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നല്ലൊരു ലൈറ്റ് കളർ ജീൻസിൻ്റെ കൂടെയൊക്കെ പെയർ ചെയ്താൽ നല്ല അടിപൊളിയാവും. അത്യാവശ്യം ലെങ്ത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും യൂസ് ചെയ്യാം. ലെങ്ത്തിൻ്റെ പ്രശ്നം വരുന്നവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ഷർട്ടിൻ്റെ കളക്ഷൻ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഈ ഒരു കോഡ് സെറ്റ് പോലെ ഇടുന്ന ഈ ഒരു ഐറ്റം നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അത് നമ്മളെപ്പോഴും പൈസ ഇല്ലാതെ പോകുമ്പോഴാണല്ലോ നമുക്ക് എപ്പോഴും നല്ല ഭംഗിയുള്ളതൊക്കെ കണ്ടുപിടും. പ്രാവശ്യം പോയപ്പോൾ എൻ്റെ അടുത്ത് ഒന്നുമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് അധികമൊന്നും വാങ്ങിക്കാൻ പറ്റിയില്ല. ഈ ഒരു ബ്രൗൺ കളർ ഷ്രഗ് പോലെ വരുന്ന ആ സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അതേപോലെ തന്നെ ഈ ഒരു റെഡും കോഡ് സെറ്റിൻ്റെയാണ് കേട്ടോ. ഇതിനൊക്കെ അത്യാവശ്യം റേറ്റ് ഉണ്ട്. 999 കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും അത്ര വലിയ അതിനും കണ്ട് വേണ്ടിയില്ല ഇല്ലയെന്ന് എനിക്ക് തോന്നി. കണ്ടോ, ഇതിങ്ങനെ പെയർ ചെയ്തിടാൻ വേണ്ടിയിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായേ. പിന്നെ അതേപോലെ തന്നെ ഇത് നല്ല ലെങ്ത്ത് വരുന്ന ഷർട്ടും അതേപോലെ തന്നെ കോഡ് സെറ്റ് പോലെ വരുന്ന ഒരു ഐറ്റം ആയിരുന്നു കേട്ടോ. ഈ ഒരു ബ്ലൂ കളറിൽ ഇത് കുറേ ഉണ്ടായിരുന്നു. ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും ഈ ഒരു കളക്ഷൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ അതേപോലെ ഈ ഒരു ബ്ലൂ കളർ ഫ്രോക്ക് എനിക്കിഷ്ടമായിട്ടോ. ഇത് അത്യാവശ്യം ലെങ്ത്ത് വരുന്നൊരു ഫ്രോക്കാണ്. നല്ല രസമുണ്ടായിരുന്നു ഇതിൻ്റെ പ്രിൻറ്റ് കാണാൻ വേണ്ടിയിട്ട്. നല്ല ഭംഗിയുണ്ടായിരുന്ന നല്ലൊരു വൈബായിട്ടുള്ള പ്രിൻ്റ് ആയിരുന്നു കേട്ടോ. അത്യാവശ്യം ലെങ്ത്തും കാര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു അടിപൊളി ഫ്രോക്കായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ഞാൻ പറഞ്ഞ ആ ഫോർമലായിട്ടുള്ള പാൻറ്റിൻ്റെ വേറൊരു ഷെയ്ഡാണ് കേട്ടോ. ക്രീം ഷെയ്ഡാണ് ഇത് വരുന്നത്. നല്ല ക്വാളിറ്റി ഉള്ള പാൻസാണ് കേട്ടോ. പിന്നെ ഈ ഒരു സെക്ഷൻ ഈ ഒരു ഭാഗത്ത് നിറച്ച് നമുക്ക് ഫുൾ ലെങ്ത്ത് വരുന്ന ഫ്രോക്സ് ആണ് കേട്ടോ. ഫുൾ ലെങ്ത്ത് വരുന്ന ഇത് കോട്ടണിലും റയോണിലും ഒക്കെ ഇതിൽ വരുന്നുണ്ട്. ഇതിനൊക്കെ അത്യാവശ്യം 1000 ആ ഒരു റേഞ്ചിലാട്ടോ ഇതിനൊക്കെ പ്രൈസ് വരുന്നത്. അതിൻ്റെ പല വെറൈറ്റീസ് ഓഫ് കളർ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്ലോത്തിൽ നല്ല അടിപൊളി വെറൈറ്റീസ് ഓഫ് കളർ ഉണ്ടായിരുന്നേ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടി. ഇപ്പം ഞാൻ ഈ നോക്കുന്ന ഓറഞ്ചൊക്കെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അതേപോലെ തന്നെ ഈ ഗ്രീനൊക്കെ നല്ല രസമുണ്ടാവും ഇട്ടാൽ. പിന്നെ അതേപോലെ ഇതൊക്കെ നമ്മുടെ ബനിയൻ ക്ലോത്തിൽ വരുന്ന ഈ ഒരു ബ്രൗൺ കളർ ഫ്രോക്കാണ് ഇത്. പിന്നെ സ്ലീവ്ലെസ് ആയിട്ട് വരുന്ന വൈറ്റിൽ ബ്ലാക്ക് പ്രിൻറ്റ് വരുന്നത്. ഇതിനൊക്കെ അത്യാവശ്യം ഈ ഒരു ഫ്രോക്കിനൊക്കെ ലോങ് ഫ്രോക്കിനൊക്കെ 799 അതിൻ്റെ മേലേക്കാട്ടോ റേറ്റ് വരുന്നത്.
ഫ്രോക്സിലൊക്കെ കുറേ വെറൈറ്റീസ് ഉണ്ടായിരുന്നു കേട്ടോ. കളറായാലും ഈ ഒരു പേസ്റ്റൽ പിങ്കൊക്കെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഇട്ട് കഴിഞ്ഞാലും നല്ല രസമുണ്ടാവും. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ കളറൊക്കെ. പിന്നെ അതേപോലെ തന്നെ കണ്ടോ അതിൻ്റെ ഒരു വേറെ തന്നെ കുറച്ചും കൂടി ഒരു ഡാർക്കായിട്ടുള്ള പിങ്കിൽ വരുന്നത് അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു ബ്ലാക്ക് ടോപ്പ് നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഫ്ലോറൽ പ്രിൻറ്റ് വരുന്ന ഒരു നമുക്ക് അടിയിൽ ഫ്രിൽസൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇപ്പോൾ കാണിക്കുന്ന ബാക്കിലുള്ള പൊൾക്ക ഡോട്ട് വെച്ചിട്ടുള്ള കുറച്ച് ലെങ്ത്തിൽ വരുന്ന ടോപ്പാണ്. അതും നല്ല വിൻറ്റേജ് ആയിട്ട് നല്ലൊരു ലുക്കായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ കുറേ ടീഷർട്ടൊക്കെ ഉണ്ടായിരുന്നു ഇവർക്ക്. ടീഷർട്ട്, ജീൻസ്, നമുക്ക് കുറേ ലൂസ് ഫിറ്റിൽ ഇടാൻ പറ്റിയിട്ടുള്ള ടീഷർട്ട്. പിന്നെ അതേപോലെ തന്നെ ഇതൊക്കെ ലെങ്ത്ത് വരുന്ന ടോപ്പാണ് കേട്ടോ ഈ കാണിക്കുന്നതൊക്കെ. നല്ല രസമില്ലേ ഇതിൻ്റെ പ്രിൻ്റൊക്കെ കാണാൻ വേണ്ടിയിട്ട്. നല്ലൊരു ബ്ലൂ ഷെയ്ഡിൽ നല്ലൊരു പ്രിൻ്റൊക്കെ വന്നിട്ട് അടിപൊളിയായിരുന്നേ കാണാൻ വേണ്ടിയിട്ട്. ട്രെൻഡ്സിൽ ഇവർ ഇടയ്ക്കിടയ്ക്ക് ഓഫർ റൺ ചെയ്യലുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ ഓഫർ ഉണ്ടാവും. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും എടുത്ത് എന്തെങ്കിലും കൂപ്പണെങ്കിലും ഇവർ തരാതിരിക്കില്ല. നിരാശപ്പെടുത്തലില്ല. പക്ഷേ ഇപ്രാവശ്യം പോയപ്പോൾ ഓരോ ഓഫറും ഇല്ലായിരുന്നു കേട്ടോ. ഞാനാണെങ്കിൽ ഇഷ്ടപ്പെട്ട ആക്രാന്തം പിടിച്ച് പലതും പിടുത്ത് കൈ പിടിച്ചിട്ടുണ്ടായി. പക്ഷേ കൂട്ടി വന്നപ്പോൾ നല്ല എമൗണ്ട് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് അവിടെ തന്നെ വെച്ചൊരു ഓഫറും ഇല്ലാത്തതുകൊണ്ട്. ഈ ഒരു ബാഗിൻ്റെ കളക്ഷനാണ് ഗായ്സ്, ഇനി പറയാതിരിക്കാൻ വയ്യ. ഇതാണ് എന്നെ ഞെട്ടിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇത്രയും ഒരു അടിപൊളി ബാഗിൻ്റെ കളക്ഷൻ ഞാൻ ബാഗിൻ്റെ ഷോറൂമിൽ പോലും കണ്ടിട്ടില്ല കേട്ടോ. ഇത് നോക്കി ഈ ഒരു ഗ്രീൻ ബാഗൊക്കെ ഈ ഒരു ഫ്ലോറൽ പ്രിൻറ്റ് വരുന്ന ഭയങ്കര രസമുണ്ടായിരുന്നേ കാണാൻ വേണ്ടിയിട്ട്. അത്ര പ്രൈസും ഇല്ല. 699 ഒക്കെയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് കേട്ടോ. ഇനി നിങ്ങൾക്ക് ഓഫീസ് വെയർ ആയിട്ടുള്ള ബാഗാണോ വേണ്ട, കോളേജ് വെയർ ആയിട്ടുള്ള ബാഗാണോ വേണ്ട, ഏതൊരു ടൈപ്പായിട്ടുള്ള ബാഗും ഇവിടെ വന്നാൽ കിട്ടും. അതായത് ഏത് ഷെയ്ഡിലുള്ളതാണോ വേണ്ട ആ ഷെയ്ഡിലുള്ളത് കിട്ടും കേട്ടോ. ഭയങ്കര സ്പീഷ്യസുമാണ്. നമുക്ക് കുറേ സാധനങ്ങൾ ഇതിൽ ഇട്ടിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റും. ഈ ഒരു ഓഫീസ് വെയർ ആയിട്ടുള്ള ബാഗിനൊക്കെ 1599, 1899 ആ ഒരു റേറ്റ് ആട്ടോ വരുന്നത്. ഈ ഒരു ബ്രൗണൊക്കെ നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്. ഭയങ്കര ഫോർമലായിട്ടോ ഭയങ്കര കൂളായിട്ടുള്ള ബാഗ്. ഈ ഒരു ബാഗൊന്ന് നോക്കി നിങ്ങൾ, എന്തടിപൊളി, എന്തോ വലിയൊരു ബ്രാൻഡഡ് ആയിട്ടുള്ള ബാഗിൻ്റെ പോലെ തോന്നില്ലേ. ഭയങ്കര നല്ല അടിപൊളിയായിട്ടുള്ള ബ്രാൻഡിൻ്റെ പോലെ. ഇതിനൊക്കെ പ്രൈസ് വരുന്നത് 1899 ആണ് കേട്ടോ. ഇതിൻ്റെ തന്നെ ബ്ലാക്കും വൈറ്റും കൂടെ വരുന്ന പ്രിൻറ്റും ഉണ്ട് ഇവർക്ക്. ഗേൾസിനൊക്കെ ഭയങ്കര മസ്റ്റായിട്ടുള്ളൊരു സാധനമാണ് ബാഗ് എന്ന് പറഞ്ഞാൽ. നമുക്ക് ബാഗ് ഇല്ലാതെ പറ്റൂല. എന്തെങ്കിലും കുറച്ച് സാധനം നമുക്ക് എവിടെ പോകുമ്പോഴും എടുക്കാണ്ടാവും. അപ്പോൾ ബാഗ് ഇല്ലാതെ പറ്റൂല. അപ്പോൾ നിങ്ങൾക്ക് ചെറിയ ബാഗാണ് ഇഷ്ടം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ചെറിയ ബാഗ് ഉണ്ട്. അതായത് ഒരു ബാഗ് കണ്ടാൽ അതിൻ്റെ ചെറിയ സൈസും വലിയ സൈസും ഒക്കെ ഉണ്ട്. ഈ ഒരു പൗച്ച് നോക്കിയ പേഴ്സ് നമുക്ക് ക്യാഷും കാര്യങ്ങളൊക്കെ ഇട്ട് വെക്കാനുള്ള ഒരു പേഴ്സാണ് കേട്ടോ. ഭയങ്കര ആസ്തറ്റിക് ആയിട്ട് ക്യൂട്ടായിട്ട് 399 ആട്ടോ ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഇതൊക്കെ നമുക്ക് സൈഡ് ബാഗിൽ വരുന്നതാട്ടോ. അത്യാവശ്യം റിച്ച് ലുക്ക് തോന്നിക്കുന്ന ഐറ്റം ആട്ടോ. ഭയങ്കര ക്വാളിറ്റി ആട്ടോ കണ്ടിട്ട് തോന്നുന്നത് ഈ ബാഗിനൊക്കെ. ഈ വീഡിയോ ഞാൻ എടുക്കുന്ന സമയത്ത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇവൾ ട്രെൻഡ്സിന് പ്രൊമോഷൻ കൊടുക്കുകയാണോ എന്ന്. അല്ല ഗൈസ്, ഇത് കണ്ടാൽ എങ്ങനെയാണ് നമ്മൾ പറയാതിരിക്കുക. നല്ലത് കണ്ടാൽ നല്ലത് തന്നെ പറയണ്ടേ. ഈ ഒരു കളക്ഷൻ കണ്ടാൽ നല്ലത് പറയാതിരിക്കാൻ തോന്നൂല. അങ്ങനെയാണ് ഇവർ ബാഗിൻ്റെ ഒരു കളക്ഷൻ ഒരുക്കി വെച്ചിട്ടുള്ളത്. എൻ്റെ കയ്യിൽ അത്യാവശ്യം ബാഗ് ഉണ്ടായതുകൊണ്ട് പിന്നെ ഞാൻ ആ ഒരു സൈഡിലേക്ക് ചിന്തിച്ചില്ല ബാഗ് വാങ്ങണം എന്നുള്ളൊരു രീതിയിലേക്ക്. ഇനി എപ്പോഴെങ്കിലും ബാഗ് വാങ്ങണം തോന്നുകയാണെങ്കിൽ ഞാൻ ഇവിടെ വന്നിട്ട് ഒരു ബാഗെങ്കിലും എടുക്കും കേട്ടോ. കണ്ടോ ഈ ഒരു ബാഗിൻ്റെ തന്നെ ഒരു ബാഗിൻ്റെ തന്നെ പല വലുപ്പത്തിലുള്ളത് കണ്ടോ. നമുക്ക് പൗച്ചായിട്ടാണെങ്കിൽ പൗച്ചായിട്ട്, ലാപ്ടോപ്പ് ബാഗ് ആണെങ്കിൽ ലാപ്ടോപ്പ് ബാഗായിട്ട്, അങ്ങനെ ഒരു ബാഗിൻ്റെ തന്നെ പല പല സൈസസിലുള്ളത് നമുക്ക് അവൈലബിൾ ആണ്. പക്ഷേ ഓരോ ബാഗിനും ഓരോ പ്രൈസാണ്. പ്രൈസ് നമ്മൾ സെപ്പറേറ്റ് കൊടുക്കണം. പക്ഷേ ഇഷ്ടപ്പെട്ട ഒരു സാധനത്തിൻ്റെ പല സൈസ് വേരിയേഷനിലുള്ളതും നമുക്ക് കിട്ടും കേട്ടോ ഇവിടുന്ന്. ഈ ഒരു ബാഗൊക്കെ അല്ലേ, ഈ ഒരു ബ്രൗൺ ബാഗൊക്കെ എനിക്ക് ലാവിൻ്റെ എക്സാക്റ്റ് ഡ്യൂപ്പായിട്ട് എൻ്റെ കയ്യിലുള്ള ബാഗിൻ്റെ എക്സാക്റ്റ് സെയിം സാധനമായിട്ട് തോന്നിയിട്ടുണ്ടായി. ആ ബ്രാൻഡിൽ ചെറിയൊരു വ്യത്യാസമുള്ളൂ. എനിക്ക് തോന്നുന്നു ആ ഒരു ക്വാളിറ്റി തന്നെ ഇതിനും ഉണ്ടാവും. നമുക്ക് കണ്ടാൽ അറിയാലോ ഏതൊരു സാധനവും ക്വാളിറ്റി ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്ന്. കണ്ടില്ലേ ഈ ഒരു സൈഡ് ബാഗൊക്കെ ഇത്രയും കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഈ ഒരു ബ്ലൂ ഒക്കെ നോക്കി എന്ത് ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ടെന്ന്. പിന്നെ ഇനി നിങ്ങൾക്ക് അതല്ല കുറച്ചും കൂടെ കാഷ്വൽ ആയിട്ടാണുള്ളത് വേണ്ടതെന്നുണ്ടെങ്കിൽ അതും ഉണ്ട്. ഈ ഒരു ബ്ലാക്കൊക്കെ ഭയങ്കര ഫോർമലായിട്ട് നമുക്ക് ഓഫീസിലേക്കൊക്കെ കൊണ്ടുപോകാൻ പറ്റിയിട്ടുള്ള ടൈപ്പാണ്. കണ്ടില്ലേ കാഷ്വലായിട്ട് നമുക്ക് കോളേജിലേക്ക് സ്കൂളിലേക്കൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ ബാഗാണെന്നുണ്ടെങ്കിൽ അതും ഉണ്ട്. ഇതിനൊക്കെ 499, 599 അങ്ങനത്തെ ടൈപ്പാട്ടോ വരുന്നത്. ഭയങ്കര ക്യൂട്ടായിട്ടുള്ള പ്രിൻറ്റ് വരുന്ന ടൈപ്പ് അങ്ങനത്തെ ഉണ്ട് കേട്ടോ. പ്രാവശ്യം എൻ്റെ നാത്തൂനാട്ടോ എന്നെ ഹെൽപ്പ് ചെയ്തത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. സാധാരണ ഞാൻ ഒറ്റയ്ക്കാണ് ഇങ്ങനത്തെ വീഡിയോസൊക്കെ പോയി എടുക്കൽ. ഓളുണ്ടായതുകൊണ്ട് ഭയങ്കര ഒരു ആശ്വാസമായിരുന്നു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. കൈ കഴക്കണില്ലായിരുന്നു. അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ കൈ കഴക്കി ഒറ്റയ്ക്ക് വീഡിയോ എടുത്തിട്ട്. അപ്പോൾ അതാ പിന്നെ ഇതൊക്കെ കുർത്തയിലേക്ക്. പിന്നെ ഞാൻ കുർത്തയിലേക്ക് പോയപ്പോൾ കുറേ വെറൈറ്റീസ് ഓഫ് കുർത്ത ഉണ്ടായിരുന്നു കേട്ടോ. ഇവർക്ക് എപ്പോൾ പോയാലും ട്രെൻഡ്സിൻ്റെ ഷോറൂമിലെ കുർത്ത കളക്ഷൻ എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. എപ്പോൾ പോയാലും ഏതെങ്കിലും ഒന്ന് കിട്ടാതെ നമ്മളെ ഇറങ്ങൂല.
പിന്നെ അത്യാവശ്യം നല്ല റേറ്റും ഉണ്ട്. ഈ ഒരു ഹാങ് ചെയ്ത് ഇട്ടിരിക്കുന്നതിനൊക്കെ 2000 മേലെ ഉണ്ട് കേട്ടോ. 1899, 2499 ആ ഒരു റേഞ്ചിലാണ്. അതായത് നമുക്ക് ഷോളും പാൻറ്റും കൂടെ മിക്സഡ് ആയിട്ട് വരുന്ന ഐറ്റം, എല്ലാം കൂടെ വരുന്ന കോംബോ ഐറ്റംസ് ഇല്ലേ, അതിനാണ് ഏറ്റവും കൂടുതൽ റേറ്റ് വരുന്നത്. അതിനൊരു 2499, 2899 അങ്ങനെ എമൗണ്ട് വരുന്നുണ്ട്. ഇനി അതിൽ ഏതെങ്കിലുമൊക്കെ കുറഞ്ഞാൽ അതിനനുസരിച്ച് എമൗണ്ടും കുറയും. അതായത് കുർത്ത ഉണ്ട്, പാൻറ് ഉണ്ട്, ഷോളില്ല എന്നാണെന്നുണ്ടെങ്കിൽ കുറച്ച് എമൗണ്ട് കുറയും. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്നിട്ട് കുർത്തയും പാൻറ്റും ഉള്ളതാണ് മാക്സിമം നോക്കാറ് കിട്ടാൻ വേണ്ടിയിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊരു കുർത്ത എടുത്തിട്ട് പിന്നെ അതിലേക്ക് പാൻറ് എടുക്കുമ്പോൾ ഈ ഒരു എമൗണ്ട് ആയി വരും. ഈ ഒരു ബ്ലാക്കും വൈറ്റും കൂടെ ഒക്കെ ഭയങ്കര ഇഷ്ടമായി. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. കോളേജ് വെയർ ഒക്കെ ആയിട്ട് അടിപൊളിയായിട്ട് യൂസ് ചെയ്യേ. പിന്നെ ചില കുർത്തയ്ക്കൊക്കെ അവിടെ ബൈ ടു ഗെറ്റ് ടു ആ ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ. ബൈ 1 ഗെറ്റ് 1 അല്ല, ബൈ ടു ഗെറ്റ് ടു. അതായത് ഈ ഒരു ഓഫർ ഇട്ട സംഭവങ്ങൾക്കൊക്കെ ഏകദേശം ഒരു 2499 ആ ഒരു റേഞ്ചിലൊക്കെ വരും കേട്ടോ. അപ്പം നമ്മൾ ഒരു 5000-ന് 2 എടുത്തിട്ട് അവർ 5000-ന് 2 ഫ്രീ ആയിട്ട് തരും. ആ ഓഫർ ഇട്ട ഐറ്റംസ് ഒക്കെ ഏകദേശം 2 പീസ് 3 പീസൊക്കെ ഇനി മൂവ് ചെയ്യാനുള്ള ഐറ്റംസ് ആയിരുന്നു കേട്ടോ. അതിനൊക്കെ ആയിരുന്നു അവർ ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നത്. ഈ ഒരു കുർത്തയൊക്കെ നല്ല രസമുണ്ടായിരുന്നേ കാണാൻ വേണ്ടിയിട്ട്. നല്ല കളറായിട്ടുള്ള പ്രിൻറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇതിന് വന്നിട്ടുണ്ടായിരുന്നത്. 799 ആയിട്ടായിരുന്നു കേട്ടോ ഇതിന് റേറ്റ് വരുന്നത്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അതേപോലെ തന്നെ ഇതൊക്കെ നമുക്കൊരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള കുർത്തയായിരുന്നു കേട്ടോ. നല്ലൊരു ഷിമ്മറി എഫക്റ്റുള്ള ഈ ഒരു ഗ്രീനൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഒക്കെ നല്ല രസമുണ്ടായിരുന്നു. എല്ലാം നല്ല രസമുണ്ട് തന്നെയാണ് പറയണത്. അതേപോലെ തന്നെ ഈ ഒരു ഇപ്പുറത്ത് കിടക്കുന്ന ഈ ഒരു ലെമൺ ഗ്രീൻ എന്ന് തന്നെ അതിന് പറയാൻ തോന്നുന്നുണ്ട്. ലെമൺ യെല്ലോ എന്ത് രസമായിരുന്നു അറിയോ ഇത് കാണാൻ. നല്ലൊരു കല്യാണത്തിനൊക്കെ ഇതിട്ട് പോയാൽ നല്ലോണം അങ്ങോട്ട് മിന്നി തിളങ്ങും. ഇതിന് വരുന്നത് 1999 ആട്ടോ ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് കേട്ടോ ബൈ 1 30% ഓഫ് എന്നുള്ള കാര്യം ഞാൻ കാണുന്നത്. അത് ഞാൻ അപ്പോഴേ കണ്ടിരുന്നെങ്കിൽ ഞാൻ ഒന്നെങ്കിലും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അപ്പം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം എനിക്ക് ആ ഒരു ലെമൺ ഗ്രീനൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നേ. ഇതൊക്കെ നമ്മുടെ 499 ആ ഒരു പ്രൈസിന് വരുന്ന കുർത്തയാണ് കേട്ടോ. ഇതൊന്നും വലിയ ക്വാളിറ്റി അല്ല, വലിയൊരു ഭംഗിയില്ലാത്ത പോലെ എനിക്ക് തോന്നി. നോർമൽ പ്രിൻറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഇതൊന്നും വലിയ ഭംഗിയില്ലായിരുന്നു കേട്ടോ കാണാൻ. ഇതിലും നല്ലത് 599 ആണ് കേട്ടോ. ഇതൊക്കെ ഈ ഒരു സെക്ഷൻ വരുന്നതൊക്കെ 499 ആട്ടോ. എനിക്ക് ഞാൻ പോയോടത്ത് 2-3 ട്രെൻഡ്സിൻ്റെ ഷോറൂമിൽ പോയോടത്ത് വെച്ചിട്ട് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ കളക്ഷൻ ഇവിടെയാണ് ഉള്ളതെന്ന്. കാര്യം കുറേ ഉണ്ടായിരുന്നു. ഞാൻ ഈ എടുത്തതൊന്നുമല്ല, പിന്നെയും കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. വീഡിയോയിൽ കാണിക്കാത്ത കുറേ കുർത്ത ഉണ്ടായിരുന്നു ഇവർക്ക്. കണ്ടോ, ഇതൊക്കെ 599 കുർത്തിയായിരുന്നു കേട്ടോ. ഈ ഒരു ബേബി പിങ്ക് ഒക്കെ നല്ല രസമുണ്ടായിരുന്നേ കാണാൻ. ഈ ഒരു ഡാർക്ക് പിങ്ക് ഞാൻ എടുത്തിട്ടുണ്ടായിട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇതിൻ്റെ തന്നെ യെല്ലോ എൻ്റെ അടുത്തുണ്ട്. ഈ ഒരു ഡാർക്ക് പിങ്ക് അമ്മയ്ക്ക് വേണ്ടിയിട്ട് എടുത്തതാണ്. ഇതിൽ എനിക്ക് തോന്നുന്നു ആദ്യം ഇവർക്ക് ഈ 599 അത്യാവശ്യം വൈഡ് വെറൈറ്റി ഉണ്ടായിരുന്നു. കുറേ കളക്ഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. ഈ ഒരു മേലെ കാണുന്ന ഈ ഒരു പിങ്ക് ലാവൻഡർ അങ്ങനത്തെ ഒരു ഷെയ്ഡില്ലേ, അതും നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവർക്കിപ്പോൾ കളക്ഷൻ ഈ ഒരു 599 നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അതായത് കുറച്ച് എണ്ണത്തിലേക്കായിട്ട് ചുരുങ്ങിയിട്ടുണ്ട്. ആദ്യം 2-3 ഇങ്ങനത്തെ 2-3 സെക്ഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ഇവർ ഈ ഒരു ലെഗിങ്സും കാര്യങ്ങളൊക്കെ ഭയങ്കര ഷിമ്മറായിട്ട് വരുന്ന ലെഗിങ്സ്, അതേപോലെ തന്നെ നോർമൽ ഒരുവിധം എല്ലാ ഷെയ്ഡും ഉണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ലെഗിങ്സിൻ്റെ ക്വാളിറ്റി, ട്രെൻഡ്സത്തെ ലെഗിങ്സിൻ്റെ ഒരു ക്വാളിറ്റി എടുത്ത് പറയേണ്ടത് തന്നെയാണ് കേട്ടോ. എത്ര തിരുമ്പിയാലും ഇത് നാശമാവില്ല കേട്ടോ. നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ഐറ്റാണ്. ഇവർക്ക് തന്നെ ചുരിദാർ ലെങ്ത്ത് വരുന്നതും ഉണ്ട്, അതേപോലെ തന്നെ ആംഗിൾ ലെങ്ത്ത് വരുന്നതും ഉണ്ട്. അത്യാവശ്യം എല്ലാ ഷെയ്ഡും ഉണ്ട് കേട്ടോ. എത്ര തിരുമ്പിയാലും നാശമായി പോകാത്തൊരു ഐറ്റാണ് ഇവരെ ലെഗിങ്സ് എന്ന് പറയുന്നത്. കുറേ കാലം യൂസ് ചെയ്യുക. കണ്ടോ, ഈ ഒരു വൈറ്റ് പിങ്കൊക്കെ എന്ത് ക്യൂട്ടാന്ന് നോക്കിയാൽ കാണാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ ഈ ഗ്രീന്, ഇതൊക്കെ ഒരു നമുക്ക് പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ടൈപ്പാണ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ ഒരു കളർ ചേഞ്ച് ആയിട്ട് വരുന്നതാട്ടോ ഇത്. നല്ല കോളേജ് വെയറൊക്കെ ആയിട്ട് ഇട്ടിട്ട് പോയാൽ നല്ല അടിപൊളിയായിട്ടുണ്ടാവുമേ. ഇവിടെ ഈ വെസ്റ്റേൺ ടോപ്പിനേക്കാളും ഒക്കെ ഏറ്റവും കൂടുതലുള്ള കളക്ഷൻ ബാഗിനും അതേപോലെ തന്നെ കുർത്താസിനുമാണ് കേട്ടോ തോന്നിയത്. കുർത്തേനേക്കാളും ബാഗിനാണ് ഇവരുടെ കളക്ഷൻ ഏറ്റവും കൂടുതലുള്ളത്. ഇവർക്ക് ഫുഡ് വെയറും കാര്യങ്ങളൊന്നും ഇല്ല എന്നാണ് തോന്നുന്നത്. അത് ഇതുവരെ ഇവർ ലോഞ്ച് ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഇതൊന്നും അല്ലാതെ ഇവർക്ക് സ്കാർഫ്, അതേപോലെ തന്നെ വാട്ടർ ബോട്ടിൽസ്, പിന്നെ അതേപോലെ ലിപ്സ്റ്റിക്ക്, നൈൽ പോളിഷ്, അതിൻ്റെ കളക്ഷനും ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. നൈൽ പോളിഷൊക്കെ പണ്ടേ ഇവർക്ക് ഉള്ളതാണ്. അതിൻ്റെയൊക്കെ വലിയ ഫാനായിരുന്നു കേട്ടോ ഞാൻ പണ്ട്. ഈ ഒരു കുർത്തയൊക്കെ നോക്കി ഇതിൻ്റെ ഷെയ്ഡൊക്കെ കണ്ട് എങ്ങനെ എടുക്കാതിരിക്കാൻ തോന്നുക. അതിൻ്റെ ആ പ്രിൻറ്റും കാര്യങ്ങളൊക്കെ. പിന്നെ ഈ ഒരു ഷെയ്ഡിൽ ഈ ഒരു ഗ്രീനിലും ബേബി പിങ്കിലൊക്കെ വരുന്ന കുർത്ത അടിപൊളിയായിരുന്നേ. പിന്നെ പൊട്ടുമിക്ക ഷോപ്പിലും ഉള്ളതാന്ന് തോന്നുന്നുണ്ട്. ലെഗിങ്സ് നമുക്ക് ട്രയൽ ചെയ്യാൻ പറ്റൂല. എനിക്ക് തോന്നുന്നത് സ്ട്രെച്ചി ആയിട്ടുള്ള മെറ്റീരിയൽ അല്ലേ. അപ്പോൾ നമ്മളിങ്ങനെ ഇട്ടും ഊരിയും നമ്മൾ ട്രയൽ ചെയ്ത്
കഴിഞ്ഞാൽ പിന്നെ അത് വേറൊരാൾക്ക് യൂസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലായിട്ട് മാറും. അതുകൊണ്ടാണ് തോന്നുന്നുണ്ട് ലെഗിങ്സ് ട്രയൽ ഇവർ അലൗഡ് ചെയ്യാത്തത്. പിന്നെ അതേപോലെ തന്നെ ലെഗിങ്സിന് റിട്ടേണും ഇല്ല കേട്ടോ. ഇവിടുന്ന് നമ്മളിവിടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റിട്ടേൺ കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും വേണം ലെഗിങ്സ് ഇവിടുന്ന് എടുത്തുകൊണ്ട് പോകാൻ. അടിപൊളിയാണ് സാധനം, ലെഗിങ്സ് നല്ല സൂപ്പറാണ്. പക്ഷേ നമ്മൾ റിട്ടേൺ ഇല്ല, ആ ഒരു കാര്യം ആലോചിച്ചിട്ട് വേണം, സൈസൊക്കെ നല്ല കറക്റ്റായിട്ട് വേണം എടുക്കാൻ. ഏതായാലും ഇവിടുത്തെ കളക്ഷനെ പറ്റിക്ക് പറയാൻ വാക്കുകളൊന്നുമില്ല. അത്യാവശ്യം ബജറ്റായിട്ട് നമ്മൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ടൊക്കെ എടുത്തുകൊണ്ട് പോകാം. അല്ലാന്നുണ്ടെങ്കിൽ ഒന്നുമില്ലാതെ വീട്ടിൽ പോകേണ്ടി വരും. ഗേൾസൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഐറ്റം എടുക്കാതെ പോകുമെന്ന് എനിക്ക് തോന്നണില്ല. ഏറ്റവും നല്ല കാര്യം എന്താ പറയുക, നമ്മൾ ഫെസ്റ്റീവ് സീസണിൽ വരികയാന്ന് തോന്നുന്ന ഏറ്റവും നല്ല കാര്യം, അതായത് ഓണം, വിഷു, ഈദ് അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ഇവർ കൂപ്പണൊക്കെ പ്രൊവൈഡ് ചെയ്യലുണ്ട് ഇടയ്ക്കിടയ്ക്ക്. പിന്നെ അതേപോലെ തന്നെ ഓഫറും ഉണ്ടാവലുണ്ട്. അപ്പോൾ ആ സമയത്ത് വന്നാൽ നമുക്ക് ഇരട്ടി വാങ്ങാം എന്ന് പറഞ്ഞാൽ വാങ്ങിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി ഈ കാണിക്കുന്ന കുർത്തയൊക്കെ അല്ലേ, ഇതൊക്കെ കോളേജ് ഗേൾസിന് നല്ല അടിപൊളിയായിട്ട് ഇട്ടിട്ട് പോകാൻ പറ്റിയിട്ടുള്ള കുർത്തയാണ് കേട്ടോ. അത്യാവശ്യം അഫോർഡബിളായിട്ട് 499 ആ ഒരു എമൗണ്ടിന് വരുന്ന, നമുക്ക് ദിവസം ദിവസം വേണമല്ലോ, അപ്പോൾ ആ ഒരു എമൗണ്ടിനൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള കുർത്തയാണ്. അപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇനി ഇത് കൂടാതെ കുറേ ഉണ്ട് ഇവിടെ എടുക്കാൻ വേണ്ടിയിട്ട്. അത് എടുക്കാൻ നിന്നാൽ ഞാൻ വീട്ടിൽ പോലുണ്ടാവില്ല. അപ്പോൾ ഏതായാലും വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഷോപ്പഹോളിക് ആയിട്ടുള്ള ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കിത് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട. അപ്പോൾ ഏതായാലും നമുക്ക് പിന്നൊരു വീഡിയോയിൽ കാണാം. ബൈ ഗൈസ്.